ശശി തരൂർ എംപിയെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് ക്ഷണിച്ച് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയ കരുനീക്കം. വിവാദത്തിൽ നിന്നും തലയൂരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐയുടെ തന്ത്രപരമായ നീക്കം. ചില രഹസ്യ ചർച്ചകളും പല കോണുകളിലായി നടക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി തരൂരിനെ പ്രകോപിപ്പിക്കാതെ മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം. തരൂർ അത്ര വലിയ അപരാധമൊന്നും ചെയ്തിട്ടില്ലെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു. ഡോക്ടർ ശശി തരൂർ എംപിയുമായി ബന്ധപ്പെട്ട വിവാദം തണുപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഡൽഹിയിൽ എത്തിയത്. തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമായാണ് ഇതിനെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ശശി തരൂരുമായി CPM നേതാക്കൾ KV തോമസ് മുഖേന ചർച്ച നടത്തുന്നതായും സൂചനകളുണ്ട്. ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ അവരെ കാണാൻ ശശി തരൂർ സമ്മതിച്ചതുപോലും കോൺഗ്രസ് നേതാക്കളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MP, സംസ്ഥാന സെക്രട്ടറി VK സനോജ്, കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ എന്നിവരാണ് ഡൽഹിയിലെ വസതിയിലെത്തി ശശി തരൂരിനെ കണ്ടത്. മാർച്ച് 1-2 തീയതികളിലാണ് ഡിവൈഎഫ്ഐ മവാസോ എന്ന പേരിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ വ്യവസായ കുതിപ്പുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്തെ ഈ ഫെസ്റ്റിവൽ. വ്യവസായ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെ പ്രകീർത്തിച്ച് ശശി തരൂർ എഴുതിയ ലേഖനം വലിയ ചർച്ചയായിരുന്നു. ഇതിനിടയിൽ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഡിവൈഎഫ്ഐ തരൂരിനെ ക്ഷണിച്ചത് രാഷ്ട്രീയ തരിനീക്കങ്ങളുടെ ഭാഗമാണെന്ന് വ്യക്തം. നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ ഇതിലേക്ക് വരാൻ കഴിയില്ലെന്ന് ശശി തരൂർ അറിയിച്ചതായും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. എങ്കിലും പരിപാടിക്ക് എല്ലാവിധ ആശംസകളും തരൂർ അറിയിച്ചിട്ടുണ്ടെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തിന് പൂർണ്ണമായും വഴങ്ങാതെ തരൂർ നീങ്ങുന്നതുകൊണ്ട് തന്നെ ഇനിയും പ്രകോപനം വേണ്ട എന്ന നിലപാടിലാണ് KPCC നേതൃത്വം. അതിന്റെ ഭാഗമായാണ് വലിയ അപരാധമൊന്നും ശശി തരൂർ ചെയ്തിട്ടില്ലെന്ന് കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞതും. ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ള ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ എന്നാ പറയുക വ്യാഖ്യാനിച്ച് അതിനങ്ങ് കടലിലോട്ട് കൊണ്ടുപോകാണ്. ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ അകത്ത് ഒരു നേരിയ ഒരു പ്രശ്നം വന്നപ്പോൾ അത് സപ്രസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? നമ്മളെ നേതാക്കന്മാർ ഞാൻ വിളിച്ചിരുന്നല്ലോ ശശിയെ, അങ്ങോട്ടുള്ള ഒരു അഡ്വാൻസ് ഒന്നും എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തിൽ നമ്മൾ പെരുമാറി എല്ലാവരോടും ഇനി മേലിൽ അങ്ങനെ ഒരു ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് പാർട്ടി തലത്തിൽ തീരുമാനമെടുത്ത തീരുമാനത്തോടെ അത് തീർന്നു. ശശി തരൂർ ഹൈക്കമാൻഡുമായും ചർച്ച നടത്തിയിരുന്നു. പാർട്ടി നിലപാടുമായി ചേർന്ന് പോകണമെന്ന ആവശ്യമാണ് ഹൈക്കമാൻഡും ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.